ആഴ്ച ജോലിക്ക് പോകാൻ പറ്റിയില്ലായിരുന്നു. അപ്പൊ 2 മാസത്തെ വാടക പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ 1 മാസത്തെ വാടക ഇന്നലെ കൊണ്ട് കൊടുത്തു. അപ്പൊ ആൾ ഇന്നലെയാണ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്നലെ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഇന്ന് കാലത്ത് തന്നെ ആള് വന്നിട്ട് ഞങ്ങളെ ഇറക്കി വിട്ടു. ഞാൻ ആ ലോക്ക് എടുത്ത് ആള് പോയി. ഞങ്ങളോട് പറഞ്ഞത് വാടകയുടെ പൈസ പെൻഡിങ് ഉള്ളത് തന്നിട്ടിന് വീട്ടില് താമസിച്ചാൽ മതിയെന്നാ, അല്ലെങ്കിൽ വേറെ വീട് നോക്കിക്കോളൂ എന്നാ പറഞ്ഞത്. ഞങ്ങള് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. ഞങ്ങൾക്ക് അങ്ങനെ പോകാനായിട്ട് വേറെ സ്ഥലമൊന്നുമില്ല. സോൾമേറ്റ് കപ്പിൾസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ഏകദേശം 24,000-ലധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഈ യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് പരിചിതമായിട്ടുള്ള സെബിനും സഞ്ജുവുമാണ് ഇപ്പോൾ സംസാരിച്ചത്. ഇവർ പങ്കുവച്ചിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് 2 മാസത്തെ വാടക പോലും തങ്ങൾക്ക് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങളുടെ വാടക വീടിന്റെ മുതലാളി, ഞങ്ങളുടെ ഹൗസ് ഓണർ ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഇനി ഞങ്ങൾക്ക് പോകാൻ വേറെ മാർഗങ്ങളില്ല, വേറെ വഴികളൊന്നുമില്ല എന്നാണ് സെബിനും സഞ്ജുവും പറയുന്നത്. അങ്ങനെ ഒരു ഫാമിലിനെ മൊത്തത്തിൽ, അതായത് ഒരു കുഞ്ഞു കുട്ടി അടങ്ങുന്ന ഒരു ഫാമിലിനെ മൊത്തത്തിൽ വാടക വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സഹതാപ തരംഗം, അല്ലെങ്കിൽ ഒരു സഹാനുഭൂതി, ഒരു ബുദ്ധിമുട്ട്, ഒരു വിഷമം എല്ലാം ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും ഉണ്ടാകും. പക്ഷെ എങ്കിൽ പോലും അവരുടെ കമന്റ് സെക്ഷനിലൂടെ നോക്കുകയാണെങ്കിൽ കുറെ അധികം ആൾക്കാർക്ക് സംശയങ്ങളുണ്ട്. കാരണം നിങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെങ്കിലും നിങ്ങളുടെ കയ്യിൽ ബാഗുകളൊന്നും ഇല്ലല്ലോ, നിങ്ങളുടെ വസ്ത്രങ്ങളോ നിങ്ങളുടെ പാത്രങ്ങളോ ഒന്നും പുറത്ത് കാണാനില്ലല്ലോ. അപ്പോൾ നിങ്ങൾ പറയുന്നതെല്ലാം സത്യമാണോ എന്നുള്ള രീതിയിലും കമന്റ് സെക്ഷനിൽ ആൾക്കാർ പ്രതികരിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇവർ ഈ വീഡിയോയ്ക്കകത്ത് മുഴുവൻ പങ്കുവയ്ക്കുന്നത് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ചെമ്മു ജോലിക്ക് പോകുമ്പോൾ, അതായത് ഓൺലൈനായിട്ട് ഫുഡ് ഡെലിവറി ചെയ്യുന്ന ജോലിയാണ് ഹസ്ബൻഡിനുള്ളത്. അതുകൊണ്ട് തന്നെ വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് കുഞ്ഞും വൈഫും ഹസ്ബൻഡിന്റെ കൂടെ പോവുകയാണ്. അവർക്കൊരു ബൈക്കുണ്ട്, ഒരു 2 വീലർ ഉണ്ട്. ആ 2 വീലറിൽ ഹസ്ബൻഡും വൈഫും കുഞ്ഞും 3 പേരും കൂടെയാണ് ഫുഡ് ഡെലിവറിക്ക് പോകുന്നത്. കാരണം അവർക്ക് താമസിക്കാൻ വേറെ സ്ഥലമില്ല, അഭയം തേടാൻ വേറെ ഷെൽട്ടേഴ്സ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഹസ്ബൻഡിന്റെ കൂടെ ജോലിക്ക് പോവുകയാണ് എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ നമ്മുടെ മുമ്പിലേക്ക് പങ്കുവച്ചിരിക്കുന്നത്. ഹസ്ബൻഡിന്റെ, അതായത് ചെമ്മുവിന്റെ അക്കൗണ്ടിൽ ഏകദേശം 40ഓളം രൂപ മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ അക്കൗണ്ട് ബാലൻസ് എടുത്ത് കാണിക്കുന്ന രംഗം പോലും നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. അതായത് ഗൂഗിൾ പേ വഴി അക്കൗണ്ട് ബാലൻസ് എത്രയാണെന്ന് വളരെ വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ അവർ കാണിച്ചു തരുന്നുണ്ട്. അതായത് അത് ഏകദേശം 42 രൂപ മാത്രമാണ്. അവർ ഒരു ഊണ് വാങ്ങുകയും ആ ഊണ് 2 പേർക്ക് കഴിക്കാൻ തികയില്ല. പക്ഷെ പൈസ ഇല്ലാത്തത് കൊണ്ട് 2 പേർക്കും കൂടെ ഒറ്റ ഊണ് വാങ്ങിച്ച് ആ ഊണ് ഒരു വഴിയോരത്ത് അല്ലെങ്കിൽ ഒരു സൈഡിൽ ഇരുന്ന് റോഡരികിൽ ഇരുന്ന് കഴിക്കുന്ന വീഡിയോസ് എല്ലാം ഇവർ ഈ യൂട്യൂബ് ചാനലിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെ, അങ്ങനെയുള്ള വീഡിയോകൾ കാണുമ്പോൾ ഇപ്പോഴും ഭക്ഷണത്തിന് വേണ്ടിയും വെള്ളത്തിന് വേണ്ടിയും വസ്ത്രങ്ങൾക്ക് വേണ്ടിയും താമസ സ്ഥലത്തിന് വേണ്ടിയിട്ടെല്ലാം നമ്മുടെ സഹോദരങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്നോർത്ത് വിഷമിക്കുന്ന, അല്ലെങ്കിൽ അതിനോട് സഹാനുഭൂതി പ്രകടിപ്പിക്കുന്ന കുറെ അധികം കമന്റ് സെക്ഷനുകൾ നമുക്ക് ഈ വീഡിയോയുടെ താഴെ കാണാം. റെയിൽവേ സ്റ്റേഷനിലായിരുന്നു ഞങ്ങള് ഇന്നലെ നൈറ്റ് ഫുള്ള് കിടന്നത്. അപ്പൊ ഞങ്ങൾ ഇന്നലെ ഇവിടെയാണ് കിടന്നത്. ഇവിടെ ഒരുപാട് ബെഞ്ചുകളുണ്ട്. അപ്പൊ ഇവിടെയാണ് ഞങ്ങൾ കിടന്നത്. അപ്പൊ ഗൈസ്, ഞങ്ങൾ ഇന്നലെ ഇവിടെയായിരുന്നു കിടന്നത്, റെയിൽവേ സ്റ്റേഷനിലെ ഈ സ്ഥലത്താണ് കിടന്നത്. അപ്പോൾ ഇന്നലെ നൈറ്റ് ഇവിടെ ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. ഒന്നാമത് ഞങ്ങളുടെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം കുഞ്ഞ് ഭയങ്കര വഴക്കൊക്കെ ആയിരുന്നു നൈറ്റ് ഫുള്ള്. അപ്പോൾ ഞങ്ങൾക്ക് കുഞ്ഞിനെ സമാധാനിപ്പിക്കുന്നത്, കുഞ്ഞ് കൊണ്ടു നോക്കണേ, കുഞ്ഞിനെ സമാധാനിപ്പിക്കുന്നതിന്റെ ഇതിൽ ചെബുവിന് രാത്രി 11 മണി വരെ ഓടുകയും വേണമായിരുന്നു. അവര് വാടക വീട്ടിൽ നിന്നും അവരെ ഇറക്കി വിട്ട് ആ ദിവസം രാത്രി അവരൊരു റെയിൽവേ സ്റ്റേഷനിലാണ് കിടന്നുറങ്ങിയത്. ആ കുഞ്ഞിനെയും കൊണ്ട് ഒരു പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് അവിടെയാണ് കിടന്നുറങ്ങിയത്. കൊതുകിന്റെ ശല്യം ഉണ്ടായിരുന്നു, വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു എന്നെല്ലാമാണ് ഈ വീഡിയോയിലൂടെ അവർ വളരെ വ്യക്തമായി പറയുന്നത്. ആദ്യം കാണിച്ച വീഡിയോയും രണ്ടാമത് കാണിച്ച വീഡിയോയും വളരെ അടുത്ത ദിവസങ്ങളിൽ 2 പാർട്ടുകളായിട്ടാണ് ഇവർ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ആ വീഡിയോ കാണുമ്പോഴും ഉറപ്പായിട്ടും നമുക്ക് എല്ലാവർക്കും വിഷമം തോന്നും. കാരണം ആ കുഞ്ഞിനെ കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ അല്ലെങ്കിൽ ആ ബെഞ്ചുകളിൽ കിടന്നുറങ്ങേണ്ടി വരുന്ന ഒരു ഫാമിലിയുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും അല്ലെങ്കിൽ വളരെ വിഷമം ഉണ്ടാക്കുന്നതും തന്നെയാണ്. അതുകൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകരുടെ ഒന്നടങ്കം സഹാനുഭൂതിയും അല്ലെങ്കിൽ ഞങ്ങളുടെ സഹായഹസ്തം നിങ്ങളുടെ നേരെ നീട്ടാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള രീതിയിലെല്ലാം പലവിധ കമന്റുകൾ വരുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു കമന്റുകൾ ഉണ്ടാവും. അങ്ങനെ സഹായഹസ്തങ്ങൾ ഞങ്ങളുടെ നേരെ നീട്ടുമെന്ന് ഇവർക്കും ഒരുപക്ഷെ പ്രതീക്ഷ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ നടക്കുന്ന ബുദ്ധിമുട്ടുകളെല്ലാം ഇവർ വീഡിയോ ആയി പങ്കുവയ്ക്കുകയില്ലല്ലോ. സോ അതുകൊണ്ട് ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് ഇവരുടെ ജീവിതത്തിൽ നടക്കുന്ന ദുരനുഭവങ്ങളെല്ലാം പങ്കുവച്ചത് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെ? പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങള് ഇന്ന് വീട്ടിലെത്തി. ഞങ്ങളിത് വീട്ടിലെത്തിയായിരുന്നു. ഇന്നലെ നൈറ്റ് നമ്മൾ 11 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ വീട്ടിലെത്തി. കറി എന്താടി ഇന്ന്? മത്തി മേടിച്ചായിരുന്നല്ലോ, വറക്കാനെടുത്ത് കുറച്ച് കറി വെക്കാനെടുത്ത് കുറച്ചതിന്റെ മീനുള്ള വറക്കാൻ 5 മീനൊക്കെ മതി. മത്തിക്കൊക്കെ ഭയങ്കര വിലയല്ലേ. ഇതിൽ കുറച്ച് പനിനീരുണ്ടായിരുന്നു, മമ്മിക്ക് വേണ്ട, അത് ഇങ്ങനെ പൊട്ടിപ്പൊരിക്കാനായിട്ട് അങ്ങനെ എടുത്തേ.
കറി ഇപ്പൊ ആകും കേട്ടോ. ഉച്ചക്കത്തേക്കാണ് കറി ഇത്. നീ ജോലിക്ക് പോകുന്നില്ലേ? ഇവരെ വാടക വീട്ടിൽ നിന്ന് വാടക കൊടുക്കാത്തത് കൊണ്ട് ഇറക്കി വിട്ടു എന്ന് ഇവര് പങ്കുവച്ച വീഡിയോയ്ക്ക് ശേഷം വരുന്ന വീഡിയോ ആണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. അതായത് വാടക പൈസ പോലും കൊടുക്കാനില്ലാതെ, അല്ലെങ്കിൽ വണ്ടി പഞ്ചറാവുമ്പോൾ നന്നാക്കാൻ പോലും പൈസ ഇല്ലാതെ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഈ കപ്പിൾസ് വളരെ പെട്ടെന്ന് തന്നെ അടുത്ത ദിവസം തന്നെ നമ്മുടെ മുമ്പിലേക്ക് കാണിക്കുന്ന വീഡിയോ, ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു, 2 ദിവസം വീട് അടഞ്ഞു കിടന്നതിനാൽ വളരെ മോശമായിരുന്നു, എലിയും എലിശല്യം എല്ലാം ഉള്ളതുകൊണ്ട് ഞങ്ങൾ കഷ്ടപ്പെട്ടാണ് ക്ലീൻ ചെയ്തെടുത്തത് എന്നെല്ലാമാണ്. അതായത് ഇവർ വാടക വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന് പറയുന്നതുമായിട്ട് യാതൊരു രീതിയിലും പൊരുത്തപ്പെടാൻ പറ്റാത്ത അല്ലെങ്കിൽ യോജിക്കാൻ പറ്റാത്ത വീഡിയോ ആണ് അടുത്ത ദിവസം എടുത്തിരുന്നത്. ഞങ്ങൾ വീട്ടിൽ തിരിച്ചു വന്നു, ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മത്തിക്കറിയാണ്, മത്തി വറുത്തതാണ്, ചോറാണ്. അപ്പോൾ ഇതിനു മുമ്പ് പങ്കുവച്ച വീഡിയോ ഒക്കെ കണ്ട പ്രേക്ഷകർ മണ്ടന്മാരാണോ? അല്ലെങ്കിൽ നിങ്ങൾ വാടക പൈസ കൊടുത്തിട്ട് നിങ്ങൾ തിരിച്ചു കയറിയതാണോ? അതോ നിങ്ങൾ മറ്റൊരു വാടക വീട്ടിലേക്ക് താമസം മാറിയതാണോ? മനസ്സിലാവുന്നില്ല. മറ്റൊരു വാടക വീട്ടിലേക്ക് താമസം മാറുകയാണെങ്കിൽ ഉറപ്പായിട്ടും സാധനങ്ങൾ പാക്ക് ചെയ്യുന്ന ഒരു വീഡിയോ കാണും, സാധനങ്ങൾ കൊണ്ട് ഇറക്കുന്ന വീഡിയോ കാണും. കാരണം ഇതെല്ലാം യൂട്യൂബ് ബ്ലോഗേഴ്സിനുള്ള മെയിൻ കോണ്ടന്റുകളാണ്. അതുകൊണ്ട് തന്നെ സാധനങ്ങൾ പാക്ക് ചെയ്യുകയും സാധനങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യുന്ന കോണ്ടന്റുകളൊക്കെ വിട്ടുകളയുമെന്ന് തോന്നുന്നില്ല. ഉറപ്പായിട്ടും അങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ അതിന്റെ വീഡിയോകൾ കണ്ടേനെ. അതൊന്നുമില്ലാതെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇന്നലെ വരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന് പറഞ്ഞവർ ഇന്ന് വന്നിട്ട് വീട്ടിൽ മത്തിക്കറിയും അല്ലെങ്കിൽ ചോറും എല്ലാം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇന്നലെ വരെ ഇട്ട കാര്യങ്ങളെല്ലാം പ്രേക്ഷകർ മറക്കും, ഇന്ന് നിങ്ങൾ ഇടുന്നത് മാത്രം, അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ പ്രേക്ഷകർ ഓർത്തിരിക്കുള്ളൂ എന്നാണോ? ഇവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു അല്ലെങ്കിൽ ഇറക്കി വിട്ടു എന്ന് പറയുന്ന സമയത്തെല്ലാം ഏകദേശം 25,000-ലധികം സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു ഉള്ളത്. പക്ഷെ പെട്ടെന്ന് വീട്ടിൽ തിരിച്ചു കയറി പാചകം ചെയ്യുന്ന കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ അപ്ലോഡ് ചെയ്തപ്പോഴേക്കും പെട്ടെന്ന് ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് കുറയുകയും ഏകദേശം അത് 24,000-ലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. അതായത് 25,000-ൽ നിന്നത് പെട്ടെന്ന് 24,500-ലേക്ക് എത്തിച്ചേരുന്നു. ഏകദേശം 500ഓളം അല്ലെങ്കിൽ 600ഓളം സബ്സ്ക്രൈബേഴ്സിന് ഇവർക്ക് നഷ്ടപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ നഷ്ടപ്പെടുന്നത് ഉറപ്പായിട്ടും എവിടെയൊക്കെ ഇവരുടെ പ്രവർത്തികളോട് ആർക്കൊക്കെ യോജിക്കാൻ പറ്റാത്തത് കൊണ്ടും ഇവർ പറയുന്നതിൽ എവിടെയൊക്കെ പൊരുത്തക്കേടുകളോ അല്ലെങ്കിൽ ചെറിയ കള്ളത്തരങ്ങളോ ഉണ്ട് എന്ന് തോന്നിയത് കൊണ്ടുമായിരിക്കുമല്ലോ. ഇവരുടെ കമന്റ് സെക്ഷനിൽ വരുന്ന മിക്ക കമന്റുകൾക്കും റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു കമന്റ് സെക്ഷനിൽ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്നല്ലേ പറഞ്ഞത്, അപ്പൊ പിന്നെ ഇത് ഏത് വീടാണെന്ന്. ഉടനെ അവർ കൊടുത്തിരിക്കുന്ന മറുപടി അത് വാടക വീടാണ്, റെന്റ് ഹോം ആണ് എന്നാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പുതിയ വാടക വീട് എടുത്തതാണോ, അതോ പഴയ വാടക വീടിന്റെ കുടിശ്ശിക തീർത്തതാണോ? ഇതൊന്നും പങ്കുവെക്കാനോ അല്ലെങ്കിൽ ഇതൊന്നും നിങ്ങൾ എന്തുകൊണ്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നില്ല എന്നാണ് എന്റെ വ്യക്തിപരമായ ചോദ്യം. നിങ്ങളുടെ മാത്രം ഇഷ്ടമാണ് എന്ത് അപ്ലോഡ് ചെയ്യണം നിങ്ങളുടെ ചാനലിൽ എന്നുള്ളത്. പക്ഷേ നിങ്ങൾക്ക് വിഷമം വരുമ്പോൾ അല്ലെങ്കിൽ സഹതാപ തരംഗം ആഞ്ഞടിക്കുന്ന രീതിയിലുള്ള വീഡിയോകൾ പങ്കുവെക്കുകയും എവിടെയെങ്കിലും ഒരു പിടിവള്ളി കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് പൈസ കിട്ടി ഞങ്ങൾ അതുകൊണ്ട് കുടിശ്ശിക തീർത്തു അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊന്നും പങ്കുവെക്കാതിരിക്കുകയും ചെയ്യുന്നിടത്ത് എവിടെയൊക്കെയോ കുറെ പൊരുത്തക്കേടുകളില്ലേ? അപ്പോൾ സഹതാപം കിട്ടാൻ വേണ്ടി മാത്രം, അനുഭൂതി കിട്ടാൻ വേണ്ടി മാത്രം കുറെ വീഡിയോകൾ പങ്കുവെക്കുകയും അതിന്റെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുകയും ചെയ്യുന്നത് എവിടെയൊക്കെയോ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനോട് ചെയ്യുന്ന തെറ്റാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ചാനലിൽ നിന്നും ഏകദേശം 500ഓളം 600ഓളം പേർ പിരിഞ്ഞു പോവുകയും ചെയ്യുന്നത്. ഫാമിലി ബ്ലോഗേഴ്സ് ആണ്, അതുകൊണ്ട് ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പങ്കുവെക്കണമെന്നൊന്നും ആർക്കും ആരോടും അവകാശപ്പെടാൻ പറ്റില്ല. പക്ഷെ മനഃപൂർവ്വം മറച്ചു വെക്കുന്ന രീതിയിൽ, ഒരു രീതിയിലും യോജിക്കാൻ പറ്റാത്ത രീതിയിൽ പരസ്പര ബന്ധമില്ലാതെ വീഡിയോകൾ പങ്കുവച്ചാൽ ആർക്കായാലും സംശയം വരും. അങ്ങനെ സംശയം ഉണ്ടാകുമ്പോൾ അത് തീർത്തു കൊടുക്കാൻ നിങ്ങൾക്ക് ബാധ്യസ്ഥരാണ്. കാരണം നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന്റെ വ്യൂവർഷിപ്പ് കൊണ്ടാണ് നിങ്ങൾക്ക് ഏണിങ്സ് അല്ലെങ്കിൽ ഇതിൽ നിന്നും യൂട്യൂബിൽ നിന്നും ഒരു വരുമാനം കിട്ടുന്നത്. അങ്ങനെ ആ സംശയങ്ങൾ തീർത്തു കൊടുക്കാനോ അല്ലെങ്കിൽ പൊരുത്തക്കേടുകൾ മാറ്റി കൊടുക്കാനോ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിന്നും സബ്സ്ക്രൈബേഴ്സ് ഇനിയും കുറയും എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇവർക്ക് ഇതിനകത്ത് കുറെ ന്യായങ്ങൾ പറയാനുണ്ടാകാം, ചിലപ്പോൾ ഇവർക്ക് ഇവരുടേതായ വിശദാംശങ്ങൾ തരാനുണ്ടാകാം. പക്ഷെ അത് തരാത്തിടത്തോളം കാലം ഇവർ പറയുന്നതിൽ എവിടെയൊക്കെ പൊരുത്തക്കേടുകളും വിയോജിപ്പുകളും അല്ലെങ്കിൽ കള്ളത്തരങ്ങളും ഉണ്ട് എന്ന് പറയേണ്ടതായിട്ട് വരും. വീടിന് വേണ്ടിയോ ഭക്ഷണത്തിന് വേണ്ടിയോ വെള്ളത്തിന് വേണ്ടിയോ ഒക്കെ ഇപ്പോഴും ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് ദുഃഖകരമായ കാര്യം തന്നെയാണ്. പക്ഷെ ഇന്നലെ വരെ 30 രൂപ കൊടുത്ത് 2 പൊതിച്ചോറ് വാങ്ങാൻ പറ്റാത്ത ഇന്ന് നിങ്ങൾ വീഡിയോ പങ്കുവെക്കുമ്പോൾ വിഭവസമൃദ്ധമായ ഊണാണ് നിങ്ങൾ കാണിച്ചു തരുന്നത്. അങ്ങനെ വരുമ്പോൾ എവിടെയൊക്കെയോ പൊരുത്തക്കേടുകൾ തോന്നുന്നത് സ്വാഭാവികമാണ്. വാടക കൊടുക്കാൻ പൈസയില്ല, പഞ്ചറൊട്ടിക്കാൻ പൈസയില്ല, ഭക്ഷണം കഴിക്കാൻ പൈസയില്ല, കുഞ്ഞു കൊച്ചിന് ഒരു ഐസ്ക്രീം മേടിച്ചു കൊടുക്കാൻ പൈസയില്ല എന്നെല്ലാം സഹതാപ തരംഗത്തിന് വേണ്ടി നിങ്ങൾ പറഞ്ഞതാണ് എന്ന് പറയേണ്ടതായിട്ട് വരും. ഞാൻ പങ്കുവച്ചത് എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഞാൻ നിങ്ങളോടുമായി പങ്കുവച്ചത് ഈ കപ്പിൾസിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഇവരുടെ വീഡിയോസിനെ കുറിച്ചുള്ള എന്റെ കാഴ്ചപ്പാടുകളാണ്. നിങ്ങൾക്ക് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കാം നമ്മുടെ കമന്റ് സെക്ഷനിൽ. താങ്ക് യു.